ഹര ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ആ സജ്ജനങ്ങളെ, നിങ്ങൾക്കേവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കേവർക്കും തന്നെ ഉണ്ടായിരിക്കട്ടെ. മഹാദേവനിലുള്ള വിശ്വാസം അത് എത്രത്തോളം വലുതാണെന്നുള്ളത് ഓരോ അനുഭവങ്ങളിൽ കൂടിയും ഗുരു ഇവിടെ നിന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഓരോ വ്യക്തികളും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഇവിടെ സാക്ഷ്യമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അതുപോലെ തന്നെ കേൾപ്പിച്ചു തന്നിട്ടുമുണ്ട്. എന്നിരുന്നാലും ചില വ്യക്തികൾ, ചില ആൾക്കാർ അത്ഭുതങ്ങളിൽ വിശ്വസിച്ചു കഴിയുന്ന ഒരു പ്രവണത കൂടുതലാണ്. അത്ഭുതങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ തന്നെ സ്വയം പ്രവർത്തിക്കുകയും നമ്മൾ തന്നെ സ്വയം അതിനു വേണ്ടിയിട്ട് ഇറങ്ങി വരികയും വേണം. മാത്രമല്ല, നമ്മളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഓരോ അത്ഭുതങ്ങളും ഈ ലോകത്ത് സംഭവിക്കുന്നത് തന്നെ. ഒരു മനുഷ്യന്റെ പ്രവർത്തന ഫലമായിട്ടാണ് അത്ഭുതങ്ങൾ ലോകത്തുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി തനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒപ്പം പ്രാർത്ഥന ചെയ്യുകയും ചെയ്താൽ എന്തുകൊണ്ടാണ് അവർക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു സംശയമുള്ളത്? ആദ്യം ഓരോ വ്യക്തിയും അവനവന് വേണ്ടി തന്നെ പ്രവർത്തിക്കണം. ഓരോ വ്യക്തിയും അവനവന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് അത്ഭുതങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റവുമില്ല. എത്രത്തോളം തന്നെ നിങ്ങളുടെ ജീവിതങ്ങൾ വിലപ്പെട്ടതാകണമെന്നും എത്രത്തോളം തന്നെ നിങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന മാത്രമല്ല വേണ്ടത്, അതിനോടൊപ്പം ഒരു പ്രവൃത്തി കൂടി വേണമെന്ന് കൂടി ഗുരു ഇതിനാൽ അറിയിക്കുകയാണ്. ഇവിടെ പല വ്യക്തികളും പ്രത്യേകമായി തന്നെ ചോദിക്കുന്നുണ്ട്, ഗുരു വിവിധ നമ്മുടെ ഹൈന്ദവ ആഘോഷങ്ങൾ വിവിധ രീതിയിൽ വരുന്നുണ്ട്. ദീപാവലികൾ വരുന്നുണ്ട്, ഓണം വരുന്നുണ്ട്, അതുപോലെ വിഷു വരുന്നുണ്ട്. മറ്റുള്ള ആൾക്കാരൊക്കെയും അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുമ്പോൾ ഗുരു ചിലപ്പോൾ പ്രത്യേകിച്ച് നവരാത്രിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ പ്രത്യേകിച്ചൊന്നും തന്നെ പറയുന്നില്ല. പക്ഷെ മക്കളെ, നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെയും നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് പൂർവികർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു ഉത്സവമാണോ ആഘോഷിക്കുന്നത്, നിങ്ങൾ ഏതൊരു കാര്യമാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നത്, അത് പൂർവികർ നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്റെ ഫലമായിട്ടാണ് അതൊന്നും നിങ്ങളിൽ നിലനിൽക്കുന്നത്. എന്നാൽ മഹാദേവനെ കുറിച്ച് ആരും ഒരുപാടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഗുരു ഇവിടെ പറയുന്നത് ആ സുപ്രീം പവറിനെ കുറിച്ചാണ്, നമ്മുടെയൊക്കെ പിതാവിനെ കുറിച്ചാണ്, നമുക്കൊക്കെ ജന്മം തന്ന ഒരു അപ്പനെ കുറിച്ചാണ്, നമ്മെ പരിപാലിക്കുന്ന ഒരു പിതാവിനെ കുറിച്ചാണ്, നമ്മുടെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന ഒരു പിതാവിനെ കുറിച്ചാണ്. ഈ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ ഗുരു മുൻകാല പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ അതിനു വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഭഗവാൻ ഇരിക്കുന്ന ആ മനസ്സിന്റെ വാതിൽ നിങ്ങൾ സ്വയം തുറക്കണം. അത് എളുപ്പത്തിൽ തുറക്കുന്നതിനു വേണ്ടിയിട്ടുള്ള താക്കോലാണ് ഗുരു ഇവിടുന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. ആ താക്കോൽ നിങ്ങളുടെ കൈകളിലേക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടും പലർക്കും അത് അറിയില്ല. അവർ ചോദിക്കുന്നു, ഗുരു ഇത് പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഗുരു, എങ്ങനെയാണ്? ഒന്നും അറിയില്ല, ഒരു കാര്യവും അറിയില്ല. ഗുരു പറയുന്നു പ്രാർത്ഥിക്കുക, ഗുരു പറയുന്നു ഇങ്ങനെ ചെയ്യുക, ഗുരു പറയുന്നു അങ്ങനെ ചെയ്യുക. ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട് മക്കളെ, ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസികളായിരിക്കുന്ന സകല പേരും അത് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈശ്വരനെ വിശ്വസിക്കുന്ന എല്ലാവരും അത് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനം, എത്രത്തോളം ഭംഗിയായി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഭഗവാൻ അതാണ് ശ്രദ്ധിക്കുന്നത്, ഭഗവാൻ അതാണ് നോക്കുന്നത്. എത്രത്തോളം ഭംഗിയായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നു, എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യുന്നു.
ഇത്തരം കാര്യങ്ങളാണ് ഭഗവാൻ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഇല്ലാത്തതായിട്ട് ഈ ലോകത്ത് എന്തെങ്കിലുമുണ്ടോ? ഒരു പുൽക്കൊടിക്കുണ്ടോ? ഒരു വൃക്ഷത്തിനുണ്ടോ പ്രശ്നങ്ങളില്ലാതായി? ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? പ്രശ്നങ്ങളില്ലാത്തതായിട്ട് ആരുമില്ല. ഒരു ചെറിയ പുൽക്കൊടിക്ക് പോലും അതിന്റെ നിലനിൽപ്പിനെ കുറിച്ച് പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുകയും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം മാത്രം ലഭ്യമാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട്. കടന്നുപോയി മതിയാകും. ഇവിടെ ഗുരുവിന് പറയുവാനുള്ളൊരു കാര്യം, വിശ്വാസം 3 തരത്തിലുണ്ട്. അതായത് മനുഷ്യർ 3 തരത്തിലുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ വിശ്വാസവും 3 രീതിയിലാണ് ഉള്ളത്. മനുഷ്യർ 3 രീതിയിൽ എങ്ങനെയായിരുന്നു? ഇപ്പോൾ അതിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഏറ്റവും ദരിദ്രരായ ഒരു വിഭാഗം, അതിനു മുകളിൽ ഇടത്തരമായി നിൽക്കുന്ന ഒരു വിഭാഗം, അതിനു മുകളിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയും ജീവിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ കഴിയുന്ന ഒരു വിഭാഗം, അവരെ നമ്മൾ റിച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 3 രീതിയിലുള്ള മനുഷ്യരാണുള്ളത്. ഇതേപോലെ ഈശ്വര വിശ്വാസത്തിലും 3 രീതിയിലുള്ള മനുഷ്യരുണ്ട്. അത് എവിടെയാണ് നിങ്ങൾ നിൽക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തി ദാരിദ്ര്യത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ വിഷമങ്ങൾ മനസ്സിലേറ്റിക്കൊണ്ട് ഓടി നടക്കുകയും പെട്ടെന്ന് തന്നെ അവൻ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഭിമുഖീകരിക്കാൻ പറ്റാതെ വരികയും ചെയ്യും. ഇനി ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി സാമ്പത്തികമായുള്ള എല്ലാ കാര്യങ്ങളും തന്റെ അരികിലുണ്ട്, അതുകൊണ്ട് നേടാവുന്നതൊക്കെ നേടാൻ കഴിയുന്നുണ്ട്, ആ സന്തോഷത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജീവിതകരമായ ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തരണം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്തുണ്ടെങ്കിലും ഈ പ്രശ്നത്തെ തനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലല്ലോ. കാരണം ഇപ്പോഴത്തെ തലമുറ വളരുന്നത് അങ്ങനെയാണ്. പണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അപ്പൂപ്പനും ഒക്കെ വളർത്തിയിരുന്നത് എങ്ങനെയാണ്? അവരെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കത്തക്ക രീതിയിലാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അവർ വളർന്നു വലുതായി ഒരു ജോലി ലഭിച്ചാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പോയാലോ അവരുടെ സമ്പത്തിന്റെ അല്ലെങ്കിൽ അവരുടെ സുഖ സൗകര്യങ്ങളുടെ ഇതിൽ അവർ മുന്നോട്ട് പോകുമ്പോഴും ഒരു പ്രശ്നമുണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്ന് കൂടി, അതിനെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നത് കൂടി ഒരു പഠനം കുടുംബത്തിൽ നിന്നുണ്ടായിരുന്നു. ഇന്നതില്ല. അപ്പോൾ അതുപോലെ ഈ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുവാനുള്ള മനോബലം മിക്കവർക്കും ഇല്ല. അത് ഗുരുവിനും അറിയാം. ചില അവസ്ഥകൾ, ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ മനസ്സുകൊണ്ട് തന്നെ തകർന്നു പോകുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ നമ്മൾ ഇടത്തരം എന്ന് പറയും, മധ്യവർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ആ മധ്യവർഗം ഇല്ല. ലോകം പുരോഗമിക്കുന്നതനുസരിച്ചിട്ട് ദരിദ്രരും അല്ലെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള 2 അവസ്ഥയിലേക്കാണ് ലോകം പോകുന്നത്. അതങ്ങനെ തന്നെയാണ്. കലിയുഗത്തിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇടത്തരക്കാരുണ്ടാകില്ല, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലായിരിക്കും കലിയുഗത്തിൽ യുദ്ധങ്ങൾ വരെ നടക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിനിടയിൽ നിൽക്കുന്നൊരു വ്യക്തിയുണ്ട്, ഇടത്തരക്കാർ. ഈ ഇടത്തരക്കാർ അല്ലെങ്കിൽ മധ്യവർഗം എന്ന് പറയുന്നവർക്ക് എന്ത് ചെയ്യും? അവർ അല്പവും അവരുടെ അവസ്ഥ താഴോട്ട് പോയാലും അവർ അതിനെ മനസ്സുകൊണ്ട് തന്നെ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ നിൽക്കുന്ന പൊസിഷനിലേക്ക് എത്തുവാൻ വേണ്ടി അവർക്ക് കഴിയുന്നുണ്ട്. കാരണം അവർ തീരെ താഴെയും എത്തിയിട്ടില്ല, തീരെ മുകളിലും എത്തിയിട്ടില്ല. എന്നാൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ഉയർച്ചയുണ്ടായി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? അവർ അതിനെ വേണ്ട വിധത്തിൽ പരിപാലിക്കുവാനുള്ള ഒരു മനസ്സിനൊരു ട്രെയിനിങ് അവർ ഈ മധ്യമായ ഒരു ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് സ്വയമേവ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവർക്കൊരു ജീവിതത്തിൽ നല്ലൊരു സന്തോഷകരമായ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിനെ ഒതുക്കിക്കൂട്ടി തന്നിലേക്ക് ഒതുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുവാൻ അവർക്ക് കഴിയും. എന്നാൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വളരെ ലാഘവത്തോടെ, ഒരു പുല്ല് പറിക്കുന്ന, ഒരു പൂവ് പറിക്കുന്ന ലാഘവത്തോടു കൂടി പരിഹരിക്കുവാനുള്ള മനോബലവും അവരിലുണ്ട്. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ 2 പേരെ പോലെയല്ല ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തി. നമ്മൾ ഈ ഭഗവാനെ വിളിക്കുമ്പോഴും ദൈവവിശ്വാസത്തിലും ഇത്തരത്തിലൊരു ഇടത്തരക്കാരായി നിൽക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതെങ്ങനെയെന്ന് ഗുരു പറയാം. നിങ്ങൾ അല്പം പോലും ഭഗവാനെ വിളിക്കാതിരിക്കുമ്പോൾ
അത് ദരിദ്രരുടെ ലക്ഷണം. നിങ്ങൾ ദൈവത്തിനെ ഭഗവാനെ അറിയുന്നേയില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രം വിളിക്കുന്നു. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ അമ്പലങ്ങളിൽ പോകുന്നു. ബാക്കിയുള്ള ദിവസം ഭഗവാനെ ഓർക്കുന്നില്ല. മറ്റുള്ള ദിവസങ്ങളിൽ അറിയുന്നില്ല. എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോൾ ആ ദേവന് പുഷ്പാർച്ചന നടത്തുന്നു, ആ ദേവന്റെ മന്ത്രം ഉരുവിടുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇടത്തരമായി നിൽക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇടത്തരമല്ല, തീരെ തന്നെ ഭക്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവർ അവരുടെ വിഷയങ്ങൾ മാത്രം, അവരുടെ ദാരിദ്ര്യം, അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നു. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഇതുപോലെ ഒരു ക്ഷേത്ര ദർശനമോ ഒരു മന്ത്രജപമോ ഒക്കെ നടത്തുന്നു. വീണ്ടും അവരുടെ പ്രശ്നങ്ങളിലേക്ക് വഴുതി വീഴുന്നു. ഇവരങ്ങനെ തന്നെ നിൽക്കും. ഇവർ ഇടത്തരത്തിലോ അതിന്റെ മുകളിലോട്ടോ എത്തില്ല. ഇവർ അങ്ങനെ തന്നെ ഭക്തിയുടെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ആത്മാവിനെ ഉണർത്തുന്ന കാര്യത്തിൽ അവരങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനി ഇതിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു വിഭാഗമുണ്ട്. അവരെപ്പോഴും ഇങ്ങനെ ചുമ്മാ ആവശ്യമില്ലാതെ എപ്പോഴും, അതായത് ഈ ഏറ്റവും ഉയർന്ന ഒരു വ്യക്തി എങ്ങനെയാണോ അവരുടെ സുഖ സൗകര്യങ്ങളിൽ കഴിയുന്നത്, അതുപോലെ ഒരു കാരണവുമില്ലാതെ ചില ആൾക്കാർ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ച് നിൽക്കും. എപ്പോഴും ഗുരു പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാം ആവശ്യത്തിനാണ് വേണ്ടത്. ഒരു മന്ത്രജപമാണെങ്കിലും ഗുരു ഇവിടുന്ന് പറഞ്ഞു തരുന്നത് അതിന് ജപിക്കേണ്ട സമയവും കാലവും ഒക്കെയും പറഞ്ഞത് ആവശ്യത്തിനാണ് തരുന്നത്, അനാവശ്യത്തിന് തരുന്നില്ല. ജപമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ആവശ്യത്തിനാണ് തരുന്നത്, അനാവശ്യത്തിന് തരുന്നില്ല. അപ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു പ്രശ്നം സംഭവിക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യും? ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എനിക്കെങ്ങനെ ഈ ഗതി വന്നെന്ന് പരിതപിക്കുന്നു. തന്നിലുള്ള മറ്റ് സൗകര്യങ്ങൾ കൊണ്ടൊന്നും ആ പ്രശ്നത്തിനെ ഒഴിവാക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ തന്നിലുള്ള ഈ വിഷയങ്ങൾ കൊണ്ടൊന്നും ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ എന്ത് ചെയ്യും? അവർ പറയുന്നു, ഞാൻ എപ്പോഴും ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നു, എന്നിട്ടും ഭഗവാൻ എന്തേ എന്നോട് പെരുമാറി. അവർ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നു, പക്ഷേ സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ഈശ്വര ചിന്ത അവരിൽ ഉണ്ടായിരുന്നില്ല. ഇനി ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇവരെല്ലാം ആവശ്യത്തിനാണ്. ഇവരെന്ത് ചെയ്യുന്നു? അവരുടെ ജീവിത ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അവർ ആ സമയമൊക്കെ ചിലപ്പോൾ ഭഗവാനെ ഓർക്കുന്നു. അവർ രാവിലെ എണീക്കുമ്പോൾ ഭഗവാനെ വിചാരിച്ച് എഴുന്നേൽക്കുന്നു, അവരുടെ നിത്യപ്രവർത്തനങ്ങളിലേക്ക് പോകും. വൈകുന്നേരങ്ങളിൽ അവർ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഉറങ്ങും മുമ്പ് അവർ ക്ഷമാപണ മന്ത്രം ജപിക്കുന്നു. അങ്ങനെ ഭഗവാനിൽ ഒരു ദിവസത്തെ സമർപ്പിക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള സമയം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ല. അവർ അവരുടേതായ രീതിയിലേക്കുള്ള മറ്റ് പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങുന്നു. അവർ സന്തോഷമായിട്ട് തിരിച്ചു വരുന്നു. ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കുക? അവർക്ക് പെട്ടെന്നൊരു ഇടിവ് സംഭവിച്ചു, പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിലേക്ക് ഒരു അവസ്ഥയിലേക്ക് വന്നു. അവർ ഒരിക്കലും ഭഗവാനെ കുറ്റപ്പെടുത്തുന്നില്ല. അവർ ഭഗവാനോട് പറയും, ഭഗവാനോട് പ്രാർത്ഥിക്കും. എന്നിട്ട് അവർ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. മറ്റുള്ളവർ എന്ത് ചെയ്യും? അവർക്ക് അവരുടെ പ്രശ്നങ്ങളിൽ മാത്രം നിൽക്കുന്നത് കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല. ആ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പ്രശ്നം പെട്ടെന്നുണ്ടായപ്പോൾ അവർ ഭഗവാനെ കുറ്റം പറയുന്നു. ഇടയ്ക്ക് നിൽക്കുന്നവൻ എന്ത് ചെയ്യും? അവൻ ഭഗവാനെ സമർപ്പിച്ച് ജീവിക്കുന്നുണ്ട്. തനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇത് ഭഗവാൻ പരിഹരിക്കും, എന്നാൽ ഞാനും പ്രവർത്തിക്കണമെന്ന് കരുതിക്കൊണ്ട് ഭഗവാനെ വിചാരിച്ച് പ്രവർത്തിക്കുന്നു. ഇതാണ് വിശ്വാസത്തിന്റെ 3 തലങ്ങൾ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഭഗവാനും പറഞ്ഞു തന്നിട്ടുള്ളത്. ഭഗവാൻ 3-4 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദാനം ചെയ്യുന്ന കാര്യത്തിൽ നിന്റെ കൈയറിഞ്ഞ് നീ ദാനം ചെയ്യണമെന്നും, നിന്റെ വീട്ടിൽ ഭക്ഷണ പദാർത്ഥങ്ങളില്ലെങ്കിലോ നിനക്കുള്ള കാര്യങ്ങൾ ജീവിക്കുവാനില്ലെങ്കിലോ ദാനകർമ്മങ്ങളിൽ ഏർപ്പെടരുതെന്നും ഒക്കെയും ഭഗവാൻ കുറെ ഉപദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതൊന്നും ആരും നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. എപ്പോഴും മഹാദേവൻ ഉന്നമനം കൊടുത്തിരുന്നത് ഭക്തന്റെ ഉയർച്ചയിലേക്കാണ്. ഇടയ്ക്ക് ഗുരു പറയുകയുണ്ടായി, ആ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ മറന്നുപോയോ എന്ന് അറിയില്ല. എന്റെ ഭക്തൻ അവനൊരു ഇടിവ് സംഭവിച്ചാൽ എനിക്ക് നിന്നോടൊപ്പം പോലും ഇരിക്കുവാൻ കഴിയില്ല പാർവതി എന്ന് പറയുന്നു. അമ്മയോട് പറയുന്ന ഒരു വാക്കാണ്. എന്റെ ഭക്തനൊരു ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ, എന്റെ ഭക്തനെന്റെ മനസ്സൊന്ന് വിഷമിക്കുകയാണെങ്കിൽ, എന്റെ ഭക്തന്റെ അല്ലെങ്കിൽ എന്റെ ഭക്തയുടെ ആ ഒരു വിളി അതവന് ഉൾക്കൊള്ളുവാൻ പറ്റാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഭക്തയുടെ തലയ്ക്കു താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ദുരിതമോ അവൻ അനുഭവിക്കുകയാണെങ്കിൽ, പ്രിയ സഖി, എനിക്ക് നിന്നോടൊപ്പം ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയില്ല. എനിക്കവന്റെ
പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതുണ്ട്. ആരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതുണ്ട്? ഭഗവാനിൽ സമർപ്പിച്ച്, ഭഗവാനെ കണ്ട്, ഭഗവാനിലുള്ള വിശ്വാസം ഉറപ്പിച്ച് ഈ ഭൂമണ്ഡലത്തിന് ഈ ശൂന്യതയിൽ നിർത്തുവാൻ കഴിവുള്ള, ഇവിടെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഇവിടെ സമുദ്രത്തെ സൃഷ്ടിച്ച, ഇവിടെ മലകളെ സൃഷ്ടിച്ച, ഇവിടെ പുഴയും അരുവികളും സൃഷ്ടിച്ച, ഇവിടെ കാറ്റിനെ തരുന്ന, മഴയെ തരുന്ന, മഞ്ഞിനെ തരുന്ന, വേനലിനെ തരുന്ന, സൂര്യനെ നിലനിർത്തുന്ന ആ മഹാപ്രപഞ്ചത്തിന്റെ അധിപനായിരിക്കുന്ന മഹാദേവനിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരുടെ വിളി ഭഗവാൻ കേൾക്കും, കേട്ടിരിക്കും. ഇവിടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടുന്ന് പ്രഭാഷണം നിരന്തരം കേൾക്കാറുണ്ട്. കേട്ട് അദ്ദേഹത്തിന് ഭഗവാനിലുള്ള വിശ്വാസം ആദ്യത്തേതിനേക്കാൾ നല്ലവണ്ണം കൂടുതലുണ്ടായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കുറച്ച് സാമ്പത്തികമായ ആവശ്യങ്ങൾ വന്നു. ലോൺ അടയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. അതിനൊരു നിർവാഹത്തിന് വേണ്ടിയിട്ട് ഒരു നിവൃത്തിയുമില്ല. എങ്കിലും അയാൾ മെസ്സേജ് ഇട്ടു വാട്സാപ്പിൽ, ഗുരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം. ഗുരു പറഞ്ഞു, ഗുരു പ്രാർത്ഥിക്കാം. മകന് വിശ്വാസമുണ്ടെങ്കിൽ, മകൻ ഇത്രയും കാലം ജീവിച്ചത് ഭഗവാനെ സമർപ്പിച്ചാണെങ്കിൽ തീർച്ചയായും മകന്റെ വിഷയത്തിലും ഭഗവാൻ ഇടപെടും. അതെങ്ങനെയാണ് ഇടപെടുന്നത്? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടൊന്നും കൊണ്ടുവരത്തില്ല. എങ്ങനെയാണ് ഇടപെടുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഗുരു എനിക്ക് വിശ്വാസമാണ്, എനിക്കിപ്പോൾ ഒരാവശ്യമുണ്ട്. ഇത്രയും കാലം ഭഗവാൻ ആവശ്യം നടത്തി, ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മുടക്കം വരില്ല, അതിന് തട്ടുകേടൊന്നും ഉണ്ടാകില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഭഗവാൻ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, ഭഗവാൻ എല്ലാം ശരിയാക്കി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ അടുത്തൊരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ഇയാളുടെ ഭാര്യ ചോദിച്ചു, എന്ത് ചെയ്യാനാണ്, എങ്ങനെയാണ്, ഒരു കാര്യവും ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പോഴൊക്കെ ഈ സഹോദരൻ പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാത്തിൻ്റെയും അധിപനായ അപ്പൻ മുകളിലിരിക്കുകയില്ലേ, അപ്പന്റെ മകനല്ലേ ഞാൻ. മകനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പന് സഹിക്കാൻ കഴിയുമോ? നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നിന്റെ അച്ഛനത് താങ്ങാൻ കഴിയുമോ? അതുപോലെ നമ്മുടെ അപ്പന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് സഹിക്കാൻ കഴിയില്ല. നമ്മൾ മക്കളല്ലേ, മക്കൾ വിഷമിക്കുന്നത് അപ്പന് സഹിക്കില്ല, അപ്പൻ തരും. ആ പറയുന്നതിലൊരു പവർ ഉണ്ടായിരുന്നു, ആ പറഞ്ഞതിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ആ വാക്കുകൾക്കൊരു ശക്തി ഉണ്ടായിരുന്നു. അല്ലാതെ പരീക്ഷിക്കുവാൻ വേണ്ടി അപ്പം തരും, ഭഗവാൻ കൊണ്ടുതരും, എന്നിട്ട് ഉള്ളിലൊരു സംശയമുണ്ട്, ഒരു പരീക്ഷണം, എന്തെങ്കിലും അത്ഭുതം നടക്കുവോ, കൊണ്ടുവരുവോ, ആരെങ്കിലും തരുവോ? അത് അവിടെ ഒരു ചഞ്ചലമുണ്ട് ഉള്ളിൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ അത്തരത്തിലൊരു വിചാരമുണ്ട്. പക്ഷെ ഈ സഹോദരൻ അങ്ങനെയല്ല, അങ്ങനെയാ ഉറച്ചൊരു വിശ്വാസത്തിൽ തന്നെ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ അനിയൻ വിളിച്ചു, ചേട്ടാ എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതാണ്, നമുക്ക് ആരുടെങ്കിലും കുറച്ച് എന്തെങ്കിലും ചോദിച്ചു വാങ്ങിച്ചാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പണയം വയ്ക്കുകയോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അനിയ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളെടുത്തും അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവരടുത്തും ഇപ്പോഴത്തെ ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, ഭഗവാനോടും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പിതാവില്ലേ, അപ്പൻ തരും. പക്ഷെ അനിയൻ അത് കേട്ടിട്ടൊരു വല്ലാത്തൊരു ഇതുപോലെ തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന് ഈ സംഭവങ്ങളെല്ലാം ക്രമീകരിക്കേണ്ട അതിന്റെ തലേ ദിവസം ഇദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു, നിനക്കിങ്ങനെ കുറച്ച് പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, വേറൊരാൾ മുഖാന്തരമാണ് അറിഞ്ഞത്, അവന് സഹായിക്കാൻ നിവർത്തിയില്ല, തൽക്കാലം നിനക്ക് എത്രയാണ് ആവശ്യമെന്നുള്ളത് ഞാൻ തരാം, ഞാൻ നാട്ടിലെത്തുമ്പോൾ, പുറത്താണ് പുള്ളി ജോലി ചെയ്യുന്നത്, ഞാൻ നാട്ടിലെത്തുമ്പോൾ നീ തിരികെ തന്നാൽ മതി. ഉടൻ തന്നെ ആ സഹോദരൻ ചോദിക്കുകയാണ്, ഗുരുവേ, ഞാനതിന് മുന്നോട്ട് പോകണോ, അത് ഞാൻ വാങ്ങിച്ചാൽ പിന്നെ പ്രശ്നമാകുമോ? ഗുരു പറഞ്ഞു, മകനെ, ഭഗവാന്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ആ സഹോദരൻ വിളിച്ചിട്ട് അയാൾ നാട്ടിലെത്തുമ്പോൾ മകന് സഹായിക്കുന്ന ഈ സഹായം തിരികെ തന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് ഭഗവാൻ ഇടപെട്ടുകൊണ്ട് വന്നതാണ്, അത് മകൻ വാങ്ങുക. അത് ഭഗവാൻ അനുവദിച്ചു തന്ന ഒരു മകന്റെ ഈ പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിഹാരമായി തന്നതാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യങ്ങളും അപ്പനുണ്ടാക്കി തരും.
അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലും പ്രാർത്ഥനയായി മാറണം. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ വിശ്വാസമാണ് വാക്കുകളായിട്ട് പുറത്തേക്ക് വന്നത്. അവിടെ വേറെ കൺഫ്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ അവിടെ വേറെ ആശയക്കുഴപ്പമില്ല, അവിടെ വേറെ സംശയമില്ല. ഇദ്ദേഹത്തിനറിയാം, ഞാൻ എൻ്റെ പിതാവായി ഭഗവാനെ കാണുന്നുണ്ട്, ഞാൻ എന്റെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ ഒരു അത്ഭുതം ചെയ്യും, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അയക്കും, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അപ്പോൾ നോക്കൂ, ഇതുപോലുള്ള വിഷയങ്ങൾ അനുഭവിക്കുന്നവർ ഒത്തിരി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. പലരും വിളിച്ചു പറയുന്നു, ഗുരുവേ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർ അത് ചെയ്യുമെന്ന് പറഞ്ഞു, ഇവർ ഇത് ചെയ്യാന്ന് പറഞ്ഞു, നടക്കുന്നില്ല, സംഭവിക്കുന്നില്ല, എന്തൊക്കെ കുറേ കാര്യങ്ങളാണ്. പക്ഷെ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നേരെ തിരിച്ച അനുഭവമുള്ളവരില്ലേ? ഇല്ലേ? കേട്ടില്ലേ നിങ്ങൾ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോ അനുഭവം ഉണ്ടാകുന്നത്? ഇതുകൊണ്ടാണ് ഗുരു പറയുന്നത്, നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഭഗവാനുള്ള ഇരിപ്പിടമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ സംശയം, ആശങ്ക, ആകുലത, ഇത്തരം കാര്യങ്ങളെയൊക്കെ എടുത്ത് പുറത്തു കളയണം. മറ്റുള്ളവരോടുള്ള ശത്രുത, മറ്റുള്ളവരോടുള്ള ദേഷ്യം, ഇതെല്ലാം ആ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ പോലും ആ മനസ്സിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് അവിടെ ഭഗവാനെ വയ്ക്കുക. അപ്പോഴാണ് അപ്പനും മക്കളുമായിട്ടൊരു ബന്ധം അവിടെ ഉണ്ടാകുന്നത്. ആ ബന്ധം ആ സഹോദരൻ ഉണ്ടാക്കിയതിനാലാണ് സഹോദരൻ തന്റെ ഉറച്ച ശക്തിയോടുകൂടി തന്റെ ഭാര്യയോടും തന്റെ അനുജനോടും പറഞ്ഞത്, അപ്പൻ മക്കളെ കൈവിടില്ല, മക്കൾക്കുള്ള വിഷമങ്ങൾ അപ്പന് സഹിക്കാൻ കഴിയില്ല, അപ്പൻ അതിന് പരിഹാരമുണ്ടാക്കും. ഇവിടെ ഭഗവാൻ നേരിട്ട് വന്നോ? ഇല്ലല്ലോ. ഭഗവാൻ അത്തരത്തിലൊന്നും നേരിട്ട് വന്നിട്ടില്ല. ഇവിടെ കുറച്ചു പേരുണ്ട് ഗുരുവിനെ അന്വേഷിച്ച് നടക്കും. ഗുരുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്ത് മനുഷ്യരാന്നറിയില്ല മക്കളെ, സത്യം. വാട്സാപ്പിൽ കൂടി വരികയാണ്. അങ്ങനെ ഒരു സഹോദരി ഗുരുവിനെ അന്വേഷിച്ചിട്ട് ഇഷ ഫൗണ്ടേഷനിലേക്ക് പോയി. അവിടെയാണ് ഗുരു എന്നറിഞ്ഞിട്ട്. ഇഷ ഫൗണ്ടേഷനിലെ സദ്ഗുരു അവിടെ ചെയ്യുന്ന സത്പ്രവൃത്തികളെ അറിയാമല്ലോ. എത്രയോ പേർക്ക് ദിവസം ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എത്രയോ പേർക്ക് അന്നദാനങ്ങൾ, അല്ലെങ്കിൽ എത്രയോ പേർക്ക് വസ്ത്രം, എത്രയോ പേർക്ക് താമസം. വളരെ സേവനകരമായ കാര്യങ്ങൾ ഭഗവാന്റെ നാമത്തിൽ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുരുവിന്റെ ഈ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ട് ഗുരുവിനോട് പോലും ചോദിക്കാതെ അവിടെ പോയിട്ട് മഹാദേവ പ്രചാരക സംഘത്തിന്റെ ആൾക്കാരെ കാണണം, ഗുരുവിനെ കാണണം എന്നൊക്കെ പറഞ്ഞു. അവരാകെ എന്നൊക്കെ പറയുന്ന കേട്ടു. അവർ തന്നെയാണ് വോയിസ് ഇട്ടത്. അങ്ങനെ ഗുരു പറഞ്ഞു, സഹോദരിക്ക് തെറ്റുപറ്റിയതാണ്. സ്വയംഭൂസ്ഥാന്റെ ആശ്രമം എന്ന് പറയുന്നത് വാരണാസിയിലാണ്. മഹാദേവ പ്രചാരക സംഘം പ്രവർത്തിക്കുന്നത് അതിന്റെ പ്രധാന എന്ന് പറയുന്നത് വാരണാസിയിലാണ്. കേരളത്തിൽ അതിന്റെ ചെയർമാൻ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെയാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ഗുരുവിന്റെ ഈ പ്രഭാഷണം കേട്ടിട്ട് ഗുരു അവിടെയാണെന്നും പറഞ്ഞ് കുറെ പേർ അങ്ങോട്ട് പോയി. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടാത്തത്? ഭഗവാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പണ്ടേ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നിങ്ങളെ നിരന്തരം ഭഗവാനെ അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലും. അതുകൊണ്ടാണ് ഭഗവാൻ നിങ്ങളുടെ ആരുടെ മുന്നിലേക്ക് ആ ഒരു രൂപത്തിൽ വരാത്തത്. നിങ്ങളൊന്ന് നോക്കൂ സഹോദരങ്ങളെ, ഭഗവാന്റെ തത്വങ്ങൾ, ഭഗവാൻ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ശബ്ദമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ, ഭഗവാൻ പണ്ടും അങ്ങനെയാണ്, അശരീരിയായിട്ടാണ് വന്നിരുന്നത്. എന്നാൽ ചില ഭക്തരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് പണ്ട്. എന്നാൽ കലിയുഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ, എന്റെ രൂപം ഞാൻ ആരുടെയും മുന്നിൽ പ്രത്യക്ഷമായിട്ട് വരില്ല, പക്ഷേ ഈ വായുവിൽ ലയിച്ചിരിക്കുന്ന എന്റെ സന്ദേശങ്ങളെ ശബ്ദരൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഗുരു ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിന്റെ ഉറവിടം അന്വേഷിച്ച് നടന്ന് നിങ്ങൾ ഭഗവാൻ അന്വേഷിക്കുന്നതിന് തുല്യമാണ്. അത് അത്രയേ ഉള്ളൂ. ഭഗവാൻ ഗുരുവിന് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഗുരു ഇവിടെ നിന്ന് ഈ പ്രഭാഷണങ്ങൾ ചെയ്യുന്നത് തന്നെ. ഇത് എത്ര പേർക്ക് ഉപയോഗപ്രദമാകും, എത്ര പേരെ ഭഗവാൻ ആവശ്യമുണ്ട്, എത്ര പേരുടെ ആത്മാവിനെ ഉയർത്തേണ്ടത് എന്നുള്ളത് ഗുരുവിനും അറിയാം, ഭഗവാനും അറിയാം. അവർ അത് കേൾക്കുന്നുണ്ട്, നിശബ്ദരായി അത് അനുഭവിക്കുന്നുമുണ്ട് അക്കാര്യങ്ങൾ. എന്നാൽ ഇവിടെ മറ്റു ചില ഗുരുവിനെ ആരാധിക്കണം, ഗുരുവിനെ കാണണം എന്നും പറഞ്ഞ് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ഒഴിവാക്കണം. എപ്പോഴും മഹാദേവന്റെ കൽപ്പനയ്ക്കപ്പുറം ഇവിടെ നിന്ന് ഒരു പ്രവർത്തനവും ഉണ്ടായിരിക്കുകയില്ല. എന്നെങ്കിലും ഒരു ദിവസം
ഗുരുവിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുരുവിനെ കാണാനുള്ളൊരു ഇത് ഭഗവാൻ തരികയാണെങ്കിൽ മാത്രമല്ലാതെ അത്തരത്തിലൊരു ഇത് നിങ്ങൾ ആരും നോക്കണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിലെത്തിയ ഭഗവാന്റെ ഈ അരുളപ്പാടിനെ നിങ്ങൾ സശ്രദ്ധം കേട്ടും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തു മക്കളെ. നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തു. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഉപദേശങ്ങൾ തരികയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ദുരിതങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ വ്യക്തിയെ ഇനി നേരിട്ട് കണ്ട് ആരാധിച്ചാലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറൂ എന്ന് പറഞ്ഞാൽ അത് അന്തമല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രഭാഷണങ്ങളൊക്കെ നിർത്തേണ്ടി വരും. കാരണം ഗുരു എവിടെയാണെന്ന് അന്വേഷിച്ച് ആശ്രമങ്ങൾ തോറും കയറി ഇറങ്ങുക അതൊന്നും ശരിയായ ഒരു രീതിയല്ല. സ്വയംഭൂ ആശ്രമമോ മഹാദേവ പ്രചാരക സംഘമോ മറ്റുള്ളവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ചെയ്യുന്നില്ല. അവർ നിശബ്ദമായി തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെത്തേണ്ടവരിൽ എത്തുന്നുണ്ട്. അത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ പറയുവാൻ കാര്യം, ആ സഹോദരി അവിടെ ചെന്നു, അവർ കുറെ ലിസ്റ്റൊക്കെ എഴുതി കൊടുത്തു, ഇന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളത്, അപ്പോൾ അതാന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. ഗുരുവിന് സങ്കടം തോന്നി. കാരണം അത് അവരുടെ തെറ്റിദ്ധാരണയിൽ സംഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഗുരു ഭഗവാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളെ ഗുരു ശബ്ദമാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രവിക്കുക. മറ്റൊന്നും ഗുരു ആവശ്യപ്പെടുന്നില്ലല്ലോ നിങ്ങളോട് പറയുന്നുണ്ടോ എല്ലാ ദിവസവും മാസത്തിലൊരിക്കലോ ശിവരാത്രി ദിവസമോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ പൂവും പ്രസാദവും ഒക്കെയായിട്ട് നിങ്ങൾ ഗുരുവിനെ വന്ന് കണ്ട് ആരാധിക്കണമെന്നോ ഗുരുവിനോടൊപ്പം ഇരുന്ന് ഭജന പാടണമെന്നോ ഒന്നും ഗുരു ആവശ്യപ്പെടുന്നില്ലല്ലോ. ഗുരുവിന്റെ മുന്നിൽ ആരതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നില്ലല്ലോ. ഗുരു ആവശ്യപ്പെടുന്ന കുറച്ചു കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒന്ന്, ഒരു ശിവലിംഗം വാങ്ങിവെച്ച് നിങ്ങളുടെ ഭവനത്തിൽ ഭഗവാനെ ബഹുമാനിച്ച് നിങ്ങൾ ആരാധിക്കുക. ശിവലിംഗം ഭവനത്തിൽ വെച്ച് ആരാധിക്കാൻ എന്നുള്ളതിന് അനവധി കഥകൾ ഇവിടെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അനവധി കഥകൾ. നിങ്ങൾ അത് ചെയ്യുക. അങ്ങനെ ഭഗവാനെ നിങ്ങൾ സ്വയം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പിതാവായി കണ്ട് നിങ്ങൾ ആരാധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും. എന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ടും മനുഷ്യനായി തന്നെ ജീവിക്കുക. ഇത്രയൊക്കെ ഗുരു പറയുന്നുള്ളൂ. അല്ല, മറ്റൊന്നും ഗുരു ആവശ്യപ്പെടുന്നില്ല നിങ്ങളോട്. ഗുരുവിന് സ്വന്തമായിട്ട് ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. സ്വന്തമായി ഒന്നും തന്നെ ഇല്ല. എല്ലാം മഹാദേവ പ്രചാരക സംഘത്തിന്റെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഗുരു ഇവിടെ നിന്ന് നിങ്ങളെ പ്രചോദനം നൽകുന്നു. നിങ്ങളെ ഉയർത്തുവന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ അരുളപ്പാടുകൾ സംസാരിക്കുന്നു. മന്ത്രങ്ങൾ ആവശ്യപ്പെടുന്നവർക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം അത് ഭഗവാന്റെ കൽപ്പനയുണ്ടെങ്കിൽ ആ മന്ത്രജപത്തിൽ കൂടി അവരുടെ പ്രശ്നങ്ങൾ മാറുമെന്ന് കണ്ടാൽ മാത്രമാണ് അവർക്ക് മന്ത്രങ്ങൾ നൽകുന്നത്. അത് നൽകിയതിനു ശേഷം അവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ളവരെ പോലെ അതിനുപോലും ഗുരു ഒരു ദക്ഷിണ പോലും നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ ഗുരു ആഗ്രഹിക്കുന്നത്? ഈ ഭൗതികമായ ലോകത്ത് നിന്ന് നിങ്ങളിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നത്? കഴിവതും നിങ്ങൾക്ക് ഉള്ളതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവരെ സഹായിക്കുക, അന്നം വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെ ഗുരു പറയുന്നു. ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു ആരോരുമില്ലാത്ത ഒരാളുമായി ചെന്നൊരു 10 മിനിറ്റ് സംസാരിക്കുക അയാളോട്. അയാൾക്ക് ആരെങ്കിലും ഉണ്ടെന്നൊരു തോന്നലുണ്ടാകട്ടെ. നിങ്ങൾ 5 മിനിറ്റ് അയാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ അയാൾക്ക് ആരെങ്കിലും ഉണ്ട് എന്നൊരു തോന്നലുണ്ടാകട്ടെ. അങ്ങനെയൊക്കെ ചെയ്യുക. ഭഗവാനെ ആരാധിക്കുക. ഇതൊക്കെയല്ലേ ഗുരു പറഞ്ഞു തരുന്നത്. അതുപോലെയൊക്കെ അങ്ങ് ജീവിക്കുക. അങ്ങനെയൊക്കെ ജീവിച്ചു വരുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ സഹോദരൻ അവിടെ ദൃഢതയോടുകൂടി പറഞ്ഞു, എന്റെ അപ്പൻ എന്റെ വിളി കേൾക്കും, എന്റെ മനസ്സാകുലപ്പെടുവാൻ എന്റെ പിതാവ് അനുവദിക്കില്ല, ഞാൻ മകനാണ്. ഈ വിശ്വാസത്തെ വാക്കുകളായിട്ട് ഇതുപോലെ നിങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്നുവോ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായി തുടങ്ങും. നിങ്ങളുടെ ഗതി മാറും. ഗുരു ഉറപ്പിച്ചു പറയുന്നു മക്കളെ, നിങ്ങളുടെ ഗതി ആകെ മാറി വരും. അതിന് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇവിടെ പല പ്രാർത്ഥനകളിലും ഗുരു മനംതൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭഗവാൻ പറയും, ആ ഒരു വ്യക്തിയുടെ ജന്മ അല്ലെങ്കിൽ അവരുടെ തലമുറകളായിട്ട് അവരുടെ പിതാക്കളായിട്ടും മാതാവായിട്ടും ഒക്കെ വെച്ച കുറെ പ്രശ്നങ്ങളുണ്ട്, കുറെ ഊർജങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഗുരുവിന്റെ പ്രാർത്ഥനയിൽ പോലും ആ സമയത്തൊന്നും പോകത്തില്ല. അതിന് കുറച്ചുകൂടെ സമയമെടുക്കും. എന്നാൽ ഭഗവാൻ അവർക്കുണ്ടാകുന്ന ആ വലിയ പ്രശ്നങ്ങളെ ഒന്ന് തടഞ്ഞു നിർത്താറുണ്ട്. അത് ഗുരു പറയാറുമുണ്ട്, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഇപ്പോൾ അത്
പ്രയാസത്തിലാണെന്ന് പറയും. എന്നാൽ ആർക്കും അത് കേൾക്കാൻ വയ്യ, അവർക്ക് ഇപ്പൊ തന്നെ വേണം. അങ്ങനെ കുറെ പേർ അവരുടെ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പലരും ആവശ്യപ്പെടുമ്പോഴും അത് കൃത്യമായി തന്നെ മനസ്സിൽ മെസ്സേജായിട്ട് ഭഗവാൻ തരുന്നുണ്ട്. ആ വ്യക്തിക്ക് ഇന്ന ഒരു കാര്യമാണുള്ളത്, അത് അവരവരാൽ തന്നെ മാറ്റേണ്ടതാണ്. അല്ലാതെ ഇവിടെ പോയി പൂജയോ മറ്റെന്തെങ്കിലും ചെയ്താലോ മാറുന്നതല്ല. ചിലർ കേൾക്കാറുണ്ട്, ചിലർ കേൾക്കാറില്ല. കേൾക്കേണ്ടവർക്കൊക്കെയും ഭഗവാന്റെ ആ ഒരു മനോദർശനം മനസ്സിൽ ഭഗവാൻ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഗുരു വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളൊക്കെ ആ ഒരു വിശ്വാസത്തിൽ ജീവിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ്, അന്ധമായ വിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റൊരിടത്തും നിങ്ങൾ ഗുരുവിനെ പണ്ട് പ്രഭാഷണങ്ങളിൽ ഗുരു പറഞ്ഞിട്ടുള്ളതുപോലെ ഗുരുവിനെ കാണണമെന്ന് തോന്നുമ്പോൾ മനസ്സിരുത്തി നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്ക് ഭഗവാൻ ഒരു രൂപം കാണിച്ചു തരും. അത് തന്നെയാണ് നിങ്ങളുടെ ഗുരു. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആർക്കും ഒരു ശല്യവുമില്ലാതെ ഗുരു ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ ഗുരുവിനൊരു ശല്യമായി മാറരുത്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ആയാൽ പിന്നെ അത് ഭഗവാൻ ഇഷ്ടപ്പെടില്ല. കാരണം ഭഗവാന്റെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു ലാഭേച്ഛയുമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ മഹാശിവപുരാണത്തിൽ നിന്നും ഭഗവാൻ ഗുരുവിന് തരുന്ന അറിവിൽ നിന്നും നിങ്ങൾക്ക് പകർന്നു നൽകുമ്പോൾ ഗുരുവിന്റെ നാമത്തിൽ നിങ്ങൾ മറ്റൊരിടത്തും പോയിട്ട് ഒരു ശല്യം ഉണ്ടാക്കരുത്. അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓം ഹര ഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ. ഓം സർപ്പധാരി. ഓം ഭസ്മഭൂഷണ. ഓം ഗംഗാധര. ഓം ജടാധര. ഓം ത്രിനേത്ര. ഓം ത്രിശൂലനാഥ. ഓം ഉമാമഹേശ്വര.